അല്ല ലൈറ്റിലൊക്കെ അങ്ങനെയുണ്ട് മാർഗമല്ലേ. ഇതിൽ തന്നെ 2 സ്വിച്ച് വരുന്നൊരു മോഡലാണ് കേട്ടോ. അപ്പോൾ നമ്മൾ പ്രീമിയത്തിൽ തന്നെ കമ്പനി തന്നെ ഒരു 2 സോക്കറ്റ് ഇവിടെ തന്നിട്ടുണ്ട് കേട്ടോ. പട്ട വെച്ച് സെറ്റാക്കി വെക്കുന്നത് കേട്ടോ. നല്ല മഞ്ഞയും വെള്ളയും മാറ്റി മാറ്റി കത്തിച്ചടിക്കുകയാണ് കേട്ടോ. ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗൈസ്, ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചെറുക്കനെ രാവിലെ കൊണ്ടുവന്ന വർക്ക്ഷോപ്പിൽ വെച്ചിരിക്കുകയാണ് കേട്ടോ. നമ്മളെ നിഞ്ച സ്പെഷ്യലിസ്റ്റ് നമ്മുടെ ഷാജുവിൻ്റെ വർക്ക്ഷോപ്പിൽ കൊണ്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അവിടെ നിഞ്ചാതാക്കണ്ട ഓരോ വണ്ടിക്കും എഞ്ചിനൊന്നും ഇല്ലാത്ത വണ്ടികളാണ് കേട്ടോ. അതിൻ്റെ എഞ്ചിനാണ് ഇവിടെ ഇരിക്കുന്നത്. ഇത് നിഞ്ചയ്ക്ക് വേണ്ടി ഫുൾ സെറ്റായി പണിഞ്ഞ് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഈ നിഞ്ച കയറ്റാൻ വേണ്ടിയിട്ട്. ഇത് നിഞ്ചയുടെ അല്ല, ഇത് BMW എഞ്ചിനാണ് കേട്ടോ. BMW ഏതാണിത്? 800 BMW എഞ്ചിനാണ്. ഇതാ BMW ലോഗോ കാര്യങ്ങളൊക്കെ ഇവിടെ കാണാം നിങ്ങൾക്ക്. അപ്പോൾ ആ എഞ്ചിനും വർക്കിന് വേണ്ടി കൊണ്ടുവന്നതാണ്. ഫുൾ സൂപ്പർ ബൈക്സ് മാത്രം പണിയുന്ന ഒരു വർക്ക്ഷോപ്പാണ് കേട്ടോ. ഇത് ഞാൻ കഴിഞ്ഞ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നിട്ടുണ്ടായിരുന്നു ഈ വർക്ക്ഷോപ്പിനെ പറ്റിയിട്ട്. ഇത് പുള്ളിക്കാരൻ്റെ വേണ്ടിയാണ് കേട്ടോ. പുള്ളിയുടെ ഇൻസ്റ്റാ നെയിമാണ് ഇത്. അപ്പം ഇൻസ്റ്റയിലൊക്കെ നോക്കി കേട്ടോ. പുള്ളിയുടെ നിഞ്ചയാണ്. നിഞ്ച ഡ്യൂക്കിൻ്റെ RCയുടെ ഹാൻഡിലേക്ക് കയറ്റി വെച്ചിരിക്കുകയാണ് കേട്ടോ ഇത്. അപ്പോൾ വേറെ ബാക്കി വണ്ടികളൊക്കെ സൂപ്പർ ബൈക്സൊക്കെ പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇവിടെ വെച്ച് പണിയാൻ സമയമില്ലാത്തപ്പോൾ പുള്ളി വീട്ടിൽ വെച്ച് ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ കാര്യം പറയാൻ പറഞ്ഞത്. ഇപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ കഴിഞ്ഞ ദിവസം വാങ്ങിച്ച ലൈറ്റ്, ഓക്സിലൈൻ ലൈറ്റ് നമ്മളിന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ലൈറ്റ് ഒന്ന് പൊട്ടിച്ച് കാണിച്ചു തരാം. ഇതാ ഈ കുഞ്ഞ് ലൈറ്റാണ് നമ്മളിന്ന് സെറ്റ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ. നമ്മളെ ഡബിൾ ബീം ലൈറ്റാണ്. അപ്പോൾ ഇത് നമ്മളിത് ഡ്യൂക്കിലാണ് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ഡ്യൂക്കിൻ്റെ ഏകദേശം ലൈറ്റിൻ്റെ ഈ ഒരു ഭാഗത്തെങ്ങാനും വെച്ച് സെറ്റ് ചെയ്യണം നോക്കണം. ഈ ഒരു ഭാഗത്ത് വെച്ച് സെറ്റ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ. അപ്പോൾ ആരും പെട്ടെന്ന് കാണാൻ പറ്റാത്ത രീതിയിൽ സെറ്റ് ചെയ്യണം, അതാണ് പരിപാടി. അപ്പം ഇവിടെ ആകുമ്പോൾ ഒരു ബോൾട്ട് സെറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് ക്ലാമ്പൊക്കെ അടിച്ച് സെറ്റ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. അതപ്പോൾ അതൊക്കെ നമുക്ക് ചാർജറിന് ഇട്ട് കൊടുക്കാം. അപ്പം ഈ 2 ലൈറ്റും സെറ്റ് ചെയ്യുന്ന വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ലൈറ്റിന് വേണ്ടി സ്വിച്ചും എടുത്തിട്ടുണ്ട്. സ്വിച്ച് ഇതാണ് എടുത്തിരിക്കുന്നത്. 220 വെച്ചിട്ടുള്ള സെയിം സ്വിച്ചാണ് കേട്ടോ ഇത്. ഈ സ്വിച്ചിൻ്റെ അകത്ത് നമുക്ക് LED ലൈറ്റും എടുക്കുന്നുണ്ട് കേട്ടോ. ഇത് ഓൺ ആവുന്ന സമയത്ത് ഇത് റെഡ് ലൈറ്റ് കത്തി കിടക്കും. അങ്ങനെയുള്ള ഓപ്ഷനുകൾ ഉള്ളതുകൊണ്ട് ഈ സ്വിച്ചിങ് എടുത്തതാണ്. നൈസല്ലേ? ഏകദേശം ആദ്യം അപ്പോൾ നമ്മൾ ലൈറ്റ് ഇതിൽ തന്നെ സെറ്റ് ചെയ്യാൻ വിചാരിച്ചേട്ടാ. ഇതാ നമ്മുടെ ലൈറ്റിന് വേണ്ടിയിട്ടുള്ള ക്ലാമ്പ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇവിടെ കിടന്നൊരു ക്ലാമ്പ് എടുത്ത് കഴിഞ്ഞാൽ അതിനെ കട്ട് ചെയ്തിട്ട് സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. നമ്മൾ ലൈറ്റ് സെറ്റ് ചെയ്യുന്നത് ഉദ്ദേശിച്ച സ്ഥലത്ത് തന്നെ ഇവിടെ തന്നെ നമ്മൾ സെലക്ട് ചെയ്തിട്ട് ഒരുപാട് തപ്പി. അപ്പോൾ ഇവിടെ വയ്ക്കാനൊക്കെ പാടായിരുന്നു കേട്ടോ. അപ്പം ഇതിൻ്റെ ഈ ഒരു കറക്റ്റ് കണക്ക് കട്ട് ചെയ്തെടുത്ത് ഇനി ഇവിടെ ലൈറ്റ് വയ്ക്കാനുള്ള പരിപാടിയാണ്. അതിൻ്റെ മോളിൽ കയറ്റണം. മോളിൽ കയറ്റുമ്പോൾ പെട്ടെന്ന് ആൾക്കാർ കാണാൻ പറ്റും. അതുകൊണ്ട് മോളിൽ കയറ്റാത്ത താഴെ തന്നെ വയ്ക്കട്ടെ. താഴെ വയ്ക്കുമ്പോൾ ഹെഡ്ലൈറ്റിൻ്റെ അടിയിൽ ചേർന്നിരിക്കും. ജസ്റ്റ് വച്ച് വയ്ക്കുമ്പോൾ അപ്പോൾ ലുക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ക്ലാമ്പും കാര്യങ്ങളൊക്കെ അവിടെ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കാനുണ്ട്. അപ്പോൾ ഓക്കെ, ഇതിപ്പോൾ ജസ്റ്റ് വച്ച് വയ്ക്കാനാട്ടോ. ഇതിലിപ്പോൾ ഷേപ്പാക്കി എടുക്കാനുണ്ട്. ഇപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്ത ക്ലാമ്പ് ഇവിടെ കൊണ്ട് ഗ്രൈൻഡ് ചെയ്ത് ഷേപ്പാക്കി എടുക്കാനാട്ടോ. ഓക്കെ, ഇപ്പോൾ ക്ലാമ്പ് ഇപ്പോൾ രാവിലെ കൊണ്ടുവന്ന് കറക്റ്റാക്കിയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു പൊസിഷനായിട്ട് കിട്ടുകയല്ലേ? കറക്റ്റ് റോട്ട് കിട്ടുമല്ലേ? വേണമെങ്കിൽ കുറച്ചുകൂടെ ഈ ലെവലാക്കി തരാം. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു രീതിയിലാണ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഈ ക്ലാമ്പിൻ്റെ ഇവിടെ ആയിട്ടൊരു ഹോളോട് ഇടണം അല്ലേ? സെൻറ്ററായിട്ടല്ലേ? ഇതിന് ഭാഗമുണ്ടാ. പക്ഷേ ഇങ്ങനെയല്ല സെറ്റ് ചെയ്യുക. ഇത് സെറ്റ് ചെയ്തിട്ട് ഇതിനകത്തിന് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ വെച്ച് ലൈറ്റ് ഫുള്ള് സെറ്റ് ചെയ്തിട്ടാണ് പോകുന്നത്. അതിൽ വീട് ചെന്നിട്ട് ഇത് ഊരിട്ട് ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചതായിരിക്കും സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. പക്ഷേ ഭയങ്കര സ്ട്രോങ് ആണ് കേട്ടോ ഈ ഒരു ക്ലാമ്പ്. ഇത് ബൈക്കിൻ്റെ ഏതോ ഒരു പാർട്സിൻ്റെ ഭാഗമാണ് ഡാമേജായി കിടക്കുന്നത്. അത് ഇങ്ങനെ വെട്ടിയെടുത്താണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. അതുകൊണ്ട് പക്ക സ്ട്രോങ് ആയിരിക്കും. ഏത് കട്ടർ വീണാലും ലൈറ്റ് കുരുങ്ങത്തില്ല. അമ്മാതിരി സ്ട്രോങ് ഒരു ക്ലാമ്പാണ് കേട്ടോ അപ്പോൾ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ. ഫുൾ ഹാൻഡ് മെയ്ഡ് ക്ലാമ്പാണ് നമ്മളെ അതിന് റെഡി ചെയ്ത് തന്നെ കേട്ടോ. അപ്പോൾ ക്ലാമ്പിൻ്റെ കാര്യത്തിൽ ഭയങ്കര സാറ്റിസ്ഫൈഡ് ആണ്. സെറ്റായിട്ട് അളവിലൊക്കെ നോക്കിയാൽ ഈ കററിലൊക്കെ നോക്കി കറക്റ്റ് ഇരിക്കുകയാണ് കേട്ടോ. ഇതിന് വെച്ച് സെറ്റ് ചെയ്ത് നമ്മുടെ ലൈറ്റ് കൊണ്ട് സെറ്റ് ചെയ്യാനായിട്ട് പക്കയാവും. ഇത് നോക്കിയാണോ ഫ്രണ്ട് ലുക്ക് നോക്കി ചെറിയായിട്ടും കൊണ്ട് അത് കുഴപ്പമില്ല. അത് കറക്റ്റാണെന്ന് തോന്നുന്നല്ലേ? കിട്ടും. അപ്പോൾ ഗൈസ് നമ്മുടെ വർക്കും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് നമ്മുടെ ഈ ക്ലാമ്പിൻ്റെ പരിപാടി എല്ലാം കഴിഞ്ഞിട്ട് അതാ ഈ ലൈറ്റ് ഫുള്ള് സെറ്റാക്കി സ്ട്രോങ് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത നമ്മുടെ റൈറ്റ് സൈഡിലെ ലൈറ്റും കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണ്. അതും ലൈറ്റ് സെറ്റ് ചെയ്ത് സ്ക്രൂ ഇട്ട് ടൈറ്റ് ചെയ്താൽ മാത്രം മതി കേട്ടോ. അപ്പം ഇനിയിപ്പം വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. പിന്നെ ഇതിൻ്റെ സ്വിച്ച് വെച്ചിരിക്കുന്നത് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം കേട്ടോ.
ഈ മൊബൈൽ ഹോൾഡറിൻ്റെ അടിയിലായിട്ടാണ് ഇവിടെ സ്വിച്ച് വെച്ചിരിക്കുന്നത് കേട്ടോ. പെട്ടെന്ന് അറിയാൻ പറ്റാത്ത രീതിയിൽ നമ്മളെ കൈ കൊണ്ട് പെട്ടെന്ന് ഇടാൻ പറ്റുന്ന രീതിയിൽ കേട്ടോ. അപ്പോൾ അവരൊരു സ്വിച്ച് വെച്ചിരിക്കുന്ന എങ്ങനെയുണ്ട്, അത് നൈസായിട്ടുള്ള രീതിയിലാണ് ആദ്യം വെച്ചിരിക്കുന്നത് കേട്ടോ. ഇനിയിപ്പോൾ ഇതിനകത്ത് കണക്ഷൻ കൊടുക്കാൻ പോകുന്ന ഒരു സ്വിച്ചിൽ 2 സൈഡും യെല്ലോ കളറിലും, ഒരു സ്വിച്ചിൽ 2 സൈഡിലും വൈറ്റ് കളറിലും, ആ ഒരു കോമ്പിനേഷനിലാണ് ഇപ്പോൾ ലൈറ്റ്, ആ ഒരു കോമ്പിനേഷനിലാണ് ലൈറ്റിൻ്റെ വയറിങ്ങിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ലൈറ്റിൻ്റെ നിൽക്കുന്നതാണ് താഴെ 2 കുഞ്ഞ് ലൈറ്റ്, അതിന് താഴെ 2 കുഞ്ഞ് കണ്ണുകൾ കൊടുത്തിരിക്കുന്ന കണക്കാണ് ലൈറ്റിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ അവിടെ ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമ്മളെ വണ്ടിയുടെ ഹെഡ്ലൈറ്റ് ഇതാ റിമൂവ് ആക്കിയതും അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം എന്തിനാ വെച്ചാൽ വയറിങ്ങും കാര്യങ്ങളും കൊടുക്കാനായിട്ടാണ്. പക്ഷെ നമ്മൾ 390 തന്നെ കമ്പനി തന്നെ അവർ ഈ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു 4 പോർട്ട് തന്നിട്ടുണ്ട്. ഇത് ഇളക്കി നമുക്ക് കാണാൻ പറ്റും, ഇതിൻ്റെ ഇടയിൽ കൂടെ കാണാൻ പറ്റും കേട്ടോ. 4 പോർട്ട് അവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും ആക്സസറീസ്, അതായത് ഫോഗ് ലാമ്പോ എന്തെങ്കിലും ഇലക്ട്രോണിക്സ് ആക്സസറീസ് എല്ലാം കൊടുക്കണമെങ്കിൽ ആ സോക്കറ്റ് ഡയറക്റ്റ് കൊടുത്താൽ മതി കേട്ടോ. അതിന് വേണ്ടിയിട്ട് അവർ തന്നിട്ടുള്ള നമ്മുടെ ഫ്രണ്ട് മൊബൈൽ ഹോൾഡർ സെറ്റ് ചെയ്യാനായത് അതിൽ ബേക്കിൽ ഒരു ആക്സസറീസ് പോർട്ട് കൊടുത്തിട്ടുണ്ട്. അതാണ് ആ ഒരു പോർട്ട്. അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലും കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഫോഗ് ലാമ്പിൻ്റെ കണക്ഷൻ നമ്മൾ വയറുണ്ടല്ലോ, വയറിപ്പം ഒരുപാട് വലിച്ച് നീട്ടി ഇങ്ങ് വരെ കൊണ്ടുവരണം. അപ്പം കാണാനും വൃത്തികേടായിരിക്കും. പിന്നെ ഹാൻഡിലൊക്കെ വളയ്ക്കാൻ നേരത്തെ ഒരു പ്രശ്നമായതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിൽ തന്നെ ഈ ഒരു വയറിങ്ങും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ കേട്ടോ. പക്ഷേ കമ്പനി വയറും കാര്യങ്ങളൊന്നും കട്ട് ചെയ്യാത്ത രീതിയിലാണ് ഇപ്പോൾ കൊടുക്കാനായിട്ട് നിൽക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ ഈ സോക്കറ്റിൻ്റെ ഇടയിൽ തന്നെ, സോക്കറ്റിൻ്റെ ഇടയിലല്ലേ, സോക്കറ്റിൻ്റെ ഇടയിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടാണ് ഇതിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. അപ്പം അതിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്കും കാര്യങ്ങളൊക്കെ ഇതാ ഫുള്ള് കഴിഞ്ഞതാ മഞ്ഞയും വെള്ളയും മാറ്റി കത്തിച്ചോണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പം ഇവിടെ നിന്ന് മാറ്റി നല്ലൊരു വ്യൂ പോയിന്റ് നിർത്തിയിട്ട് വണ്ടി ഫുള്ള് ജസ്റ്റ് ഒന്ന് ഞാൻ കാണിച്ചു തരാം. ഗൈസ്, അപ്പോൾ അതാ നമ്മുടെ ഹെഡ്ലൈറ്റിൻ്റെ ലുക്ക് അങ്ങനെ ഉണ്ട്, ഹെഡ്ലൈറ്റിൻ്റെ അല്ല ലൈറ്റിൻ്റെ ലുക്ക് അങ്ങനെ ഉണ്ട്. മാരകമല്ലേ, നല്ല ഈ ഒരു വ്യൂ പോയിന്റ് നോക്കാൻ നേരത്ത് മാരകം മാത്രമല്ല നല്ല വെട്ടവും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്ത ഒരു ചെറിയൊരു വീഡിയോ കൂടെ അതിൻ്റെ അകത്ത് ജസ്റ്റ് ആഡ് ചെയ്യാം. അപ്പോൾ ഗൈസ്, ഞാൻ ലൈറ്റിൻ്റെ വെട്ടം ജസ്റ്റ് ഒന്ന് ഇട്ട് കാണിച്ചു തരാമേ. നോക്കിയോ, ഇതാണ് നമ്മുടെ യെല്ലോ ലൈറ്റ് കേട്ടോ. ഇത്രയും വെട്ടം കിട്ടുന്നുണ്ട്. ഇതാണ് വൈറ്റ് ലൈറ്റ്. അപ്പോൾ ഇതാണ് നൈറ്റിലത്തെ വ്യൂ എന്ന് പറയുന്നത്. അത്രയ്ക്ക് നല്ല വെട്ടമുണ്ട് കേട്ടോ. 2 ലൈറ്റിനും ഒരേപോലത്തെ വെട്ടമാണ്. കാണാനും ഭയങ്കര എന്താണ് ഒരു ചെറിയൊരു ക്യൂട്ട്നെസ് ഉള്ള കണക്ക് തോന്നുന്നത് എനിക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലൈറ്റ് ഇഷ്ടപ്പെട്ടാലേ താഴെ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടോ. അപ്പം എന്തായാലും ഇനിയുള്ള അയ്യോ ഗൈസ്, വൈറ്റ് ലൈറ്റ് അടിച്ചു പോയാ. എൻ്റെ പൊന്നെ, ഷൂട്ട് അപ്പോൾ വൈറ്റ് എത്തിയില്ല. എന്തരോ ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടല്ലോ ഗൈസ്, ചെറിയ മിസ്റ്റേക്ക് ഉണ്ട് കേട്ടോ. സ്വിച്ചിന് ചെറിയ കംപ്ലയിൻറ്റ് ഉണ്ടെന്ന് വെച്ച സമയത്ത് പറഞ്ഞായിരുന്നു. ഇനി അതിൻ്റെ കംപ്ലയിൻ്റ് ആണോ എന്തോ. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ്, ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ചെറിയ വീഡിയോ എന്തെങ്കിലും തരത്തിൽ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എന്തായാലും മറ്റൊരു കിടിലൻ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം. അതുവരെയ്ക്കും ഗുഡ് ബൈ.